നമസ്കാരം. വചനസമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അല്പസമയ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 63-ാം വാക്യം. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. വചനസമീക്ഷയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു വധുവിൻ്റെ വീട്ടിലെ വിവാഹ ചടങ്ങിലേക്ക് നമുക്കൊന്ന് പോയാലോ? നമുക്കറിയാം, ഒരു വധുവിൻ്റെ ഭവനം എന്ന് പറയുന്നത് ഏറ്റവും ആർഭാടമായിട്ടും അതുപോലെ തന്നെ വലിയ ടെൻഷൻ ഉള്ളതുമായിട്ടുള്ളൊരു ഭവനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അല്ലേ? ഈ വധുവിൻ്റെ ഭവനത്തിലെ വിവാഹ ഒരുക്കങ്ങൾ ഒന്നോ രണ്ടോ അല്ല, ആ കുട്ടി ജനിച്ച അന്ന് മുതൽ തുടങ്ങുന്നതാണ്, നമുക്കറിയാം. പക്ഷേ ഒരു നോർമൽ വിവാഹം എന്ന് പറയുന്നത് ഒരു മാസം മുൻപേ തകൃതിയായിട്ട് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടി അച്ഛനും അമ്മയെന്നല്ല, സഹോദരങ്ങളെന്നല്ല, ആ ഭവനത്തിലെ ബന്ധുക്കൾ എല്ലാം ഒരേ ഓട്ടമായിരിക്കും. അത്രയ്ക്ക് ടെൻഷനായിട്ടും അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഒരു പെൺകുട്ടിയെ ഒരു ഭവനത്തിലേക്ക് വിവാഹം ചെയ്ത് അയക്കുക എന്നുള്ളത്. ഇപ്പോൾ വരൻ്റെ ഭവനത്തിലാണെങ്കിലും ഒരുക്കത്തിന് ഒരു കുറവും ഇല്ല കേട്ടോ. പക്ഷേ ഞാൻ വധുവിൻ്റെ ഭവനം തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. അതിനു മുൻപായിട്ട് നമുക്ക് ഈ ഭവനത്തിലെ ഈ തിരക്കുകളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ, ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, അച്ഛനും അമ്മയ്ക്കും ഈ മകൾക്ക് ധരിക്കേണ്ട വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഓർണമെൻറ്റ്സ്, അതുപോലെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം തുടങ്ങി അങ്ങനെയുള്ള കുറേ ടെൻഷനാണെങ്കിൽ, സദ്യക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയുള്ള ടെൻഷനാണെങ്കിൽ, ബാക്കി ബന്ധുക്കൾക്ക് നല്ല രീതിയിൽ വസ്ത്രം ധരിക്കണം, പുതിയ വസ്ത്രം എടുക്കണം, പാർലറിൽ പോകണം, ഒരുങ്ങണം, മേക്കപ്പ് ചെയ്യണം തുടങ്ങി അതുപോലുള്ള ടെൻഷൻസ് ആയിരിക്കും. ഒരുപാട് റീൽസ് എടുക്കണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അറിയാം, ഒരു വിവാഹത്തിനായിട്ട് പോകുമ്പോൾ ഒത്തിരി റീൽസ് എടുക്കാനായിരിക്കും ഒരു കൂട്ടം ആൾക്കാർ ഒരുങ്ങി വരുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ തുടങ്ങി അതുപോലെ ഒത്തിരി കാര്യങ്ങൾ ഒരു ഭവനത്തിൽ, പ്രത്യേകിച്ച് ഒരു വധുവിൻ്റെ ഭവനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ നമുക്കറിയാം, ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ഈ വധുവിന് തന്നെ ഒരുപാട് മേക്കപ്പ് ഒക്കെ ചെയ്ത് അത്രയേറെ കെയറോടുകൂടിയാണ് സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്ത് അത്രയും ഒരു പെർഫെക്ഷനിലാണ് ആ വധുവിനെ മണ്ഡപത്തിലേക്ക് അല്ലെങ്കിൽ ചർച്ചിലേക്ക് കൊണ്ടാക്കുന്നത് ഓരോ മാതാപിതാക്കളും. പക്ഷേ ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് നമ്മുടെ ആത്മാവാകുന്നു. ഓക്കെ, വധുവിനെ എത്രത്തോളം മേക്കപ്പ് ചെയ്തിട്ട് കാര്യമില്ല, അവരുടെ ലൈഫ് നേരെ പോകണം എന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം നന്നായിരിക്കണം, വധുവിൻ്റെ ആയാലും വരൻ്റെ ആയാലും. ഓക്കെ, അപ്പോൾ ആ സ്വഭാവം, ആ ഒരു ക്യാരക്ടർ നന്നാക്കാനായിട്ട് എത്ര മേക്കപ്പ് പുറമേ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. പക്ഷേ ചെയ്യേണ്ട മേക്കപ്പ് അകമേ ആയിരിക്കണം എന്ന് മാത്രം. എങ്ങനെ നമുക്ക് ആത്മാവിനെ മേക്കപ്പ് ചെയ്യാം? നമുക്ക് നോക്കിയാലോ? നമുക്ക് അതിനുമ്പായിട്ട് ഒരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കാം. വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? സാറാമ്മ ആന്റി, സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ ആന്റി, അപ്പോ നമ്മുടെ പ്രോഗ്രാം ഇപ്പൊ കാണാറുണ്ടല്ലോ? ഉണ്ട്. ഓക്കെ, മഴയൊക്കെ ആകുമ്പോൾ ചിലപ്പോഴത്തേക്ക് പകല് കാണുകയില്ല, അപ്പൊ 11 മണിക്ക് രാത്രി കാണാം. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, മഴയൊക്കെ ഉണ്ടോന്ന്. മഴയുണ്ട്, അപ്പൊ ചിലപ്പം പകലില് കിട്ടാൻ പാടുണ്ട്. ഓക്കെ ആന്റി, അപ്പോ കിട്ടുന്ന ടൈമിലൊക്കെ മുടങ്ങാതെ കാണണം കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ ആന്റി, അപ്പൊ നമുക്ക് നേരെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആയിക്കോട്ടെ മോനെ. ഓക്കെ, അപ്പോൾ നമ്മുടെ സാറാമ്മ ആന്റിക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. തൻ്റെ സകല പാപങ്ങളെയും യഹോവ എവിടെ എറിഞ്ഞു കളഞ്ഞു എന്നാണ് ഹിസ്കിയാവ് പറഞ്ഞത്? ഇതാണ് ചോദ്യം. ഒന്നുകൂടെ വായിക്കാം. ഒന്നുകൂടെ പറയാമോ ആന്റി? സകല പാപങ്ങളെയും അവന്റെ വിറകിൽ എറിഞ്ഞു കളഞ്ഞു എന്ന് ഹിസ്കിയാവ് പറഞ്ഞു. ശരി ഉത്തരവാണ് ആന്റി, തൻ്റെ പിൻപിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതിനു മുൻപായിട്ട് ആന്റി എന്ന് നമുക്ക് പാട്ട് പാടിയൊക്കെ തരുന്ന ആന്റിയാണ്. അപ്പോൾ ഒരു പാട്ട് കേൾക്കാൻ ഒരു ചാൻസ് ഉണ്ടോ നമുക്ക്? ആയിക്കോട്ടെ. നിത്യനായ യഹോവേ ലോകവൻ
കുളി ബലഹീനൻ ആയെന്നെ നടത്തി താണമേ സ്വർഗയാപം സ്വർഗയാപം എനിക്കും താരണമേ. ഹലോ ഹലോ, ആൻറ്റി, നന്നായിട്ട് പാടി കേട്ടോ. ബാക്കി മറന്നുപോയി. സാരമില്ല ആൻറ്റി. ഓക്കെ, നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആയിക്കോട്ടെ മോനെ. ഓക്കെ, അപ്പം ആൻറ്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ദൈവത്തെ സ്തുതിക്കാതെയും വാഴ്ത്താതെയും അവൻ്റെ വിശ്വസ്തതയിൽ പ്രത്യാശിക്കാതെയും ഇരിക്കുന്നവർ ആരാണ്? ഇതാണ് ചോദ്യം. കുഴിയിലിറങ്ങുന്നവര്. ഏത് കുഴിയിലിറങ്ങുന്നവർ? മരണം, ആ, പാതാളം. ഓക്കെ ആൻറ്റി, ശരി ഉത്തരമാണ്. പാതാളം, മരണം, കുഴിയിലിറങ്ങുന്നവർ. ഓക്കെ ഓക്കെ ആൻറ്റി, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം ആൻറ്റി? ഇന്ന് സെക്കൻഡ് സാറ്റർഡേ. എന്റെ മോനുണ്ട്, ആ, പിന്നെ കൊച്ചുമോളുണ്ട്, ഓക്കെ അപ്പുറത്തും പിള്ളേർ ഉണ്ട്. ഓക്കെ ആൻറ്റി, അപ്പോൾ കൊച്ചുമോൾ എന്ത് ചെയ്യുക? കൊച്ചുമോള് ഡിഗ്രി ഫസ്റ്റ് ഇയർ, പിന്നെ IELTS പഠിക്കുന്ന. ആഹാ, അപ്പോൾ എല്ലാവരും അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ്. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആയിക്കോട്ടെ മോനെ. ആ, ആൻറ്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ദൈവത്തെ സ്തുതിക്കുന്നവർ ആരാണ്? ആരാണ് ദൈവത്തെ സ്തുതിക്കുന്നവർ? ദൈവത്തെ സ്തുതിക്കുന്നത്. ആ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, മരണം കുഴിയിൽ ഇറങ്ങുന്നവരാണ് ദൈവത്തെ വാഴ്ത്താതെയും സ്തുതിക്കാതെയും ഇരിക്കുന്നത്. അതേയും ഇരിക്കുന്നവര്. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നവർ ആരായിരിക്കും? പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് വീണ്ടെടുത്ത്. ഓക്കെ, വീണ്ടെടുക്കുന്ന ആരാണ്? ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും. അതെ, ശരി ഉത്തരവാണ് ആൻറ്റി. ജീവനുള്ളവർ മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആയിക്കോട്ടെ മോനെ. ഓക്കെ ആൻറ്റി, അപ്പോൾ നമുക്ക് ആൻറ്റിക്ക് വേണ്ടിയുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. യെശയ്യാവിന് സൗഖ്യം വരേണ്ടതിന് എന്ത് ചെയ്യുവാനാണ് യെശയ്യാവ് പറഞ്ഞത്? അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് പരുവിന്മേൽ പുരട്ടെ. ശരി ഉത്തരവാണ് ആൻറ്റി. അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് പരുവിന്മേൽ പുരട്ടുവാൻ. ഓക്കെ, അപ്പോൾ 4 ക്വസ്റ്റ്യനും ശരിയായിട്ട് ഉത്തരം നൽകിയിരിക്കുവാണ് ആൻറ്റി. ഹാപ്പി ആണോ? തീർച്ചയായിട്ടും. ഓക്കെ ആൻറ്റി, അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ ഇനി കൊച്ചുമോള് വരുമ്പോൾ മോളെ കൊണ്ട് വിളിപ്പിക്കണം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പാട്ട് പാടാൻ. അപ്പൊ പറഞ്ഞു ആമ്പൂ എന്റെ സ്വരം ശരിയല്ലെന്ന്. ഓക്കെ ആൻറ്റി, അപ്പോൾ പാട്ട് മാത്രമല്ല, നമുക്ക് നല്ലൊരു സാക്ഷ്യം പറയാനുള്ള ഒരു അവസരമുണ്ട്. അതുപോലെ എന്തൊക്കെ ദൈവത്തിന് വേണ്ടി പുകഴ്ത്താനായിട്ടുള്ള അവസരമാണിത്. ഓക്കെ, അപ്പോൾ അത് വിനിയോഗിക്കാനായിട്ട് മോളോട് പറയണം. എല്ലാരും അന്വേഷിച്ചെന്ന് പറയണം, പ്രാർത്ഥിക്കണം. ഓ, തീർച്ചയായിട്ടും. വളരെ സന്തോഷം ആൻറ്റി. ഇനിയും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് സാറാമ്മ ആൻറ്റി ആയിരുന്നു. അപ്പം നമ്മൾ സ്ഥിരം വിളിക്കുന്ന ആൻറ്റിയാണ്. ഓക്കെ, വളരെ സന്തോഷം ആൻറ്റി നമ്മൾ വിളിച്ചതിൽ. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ഭാഗത്തിലേക്ക് കടന്നാലോ? അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ വധുവിൻ്റെ ഭവനത്തിലെ വിവാഹ ഒരുക്കങ്ങളെ കുറിച്ചായിരുന്നു അല്ലേ? അപ്പോൾ നമുക്കറിയാം, വരൻ്റെ ഭവനത്തിലും ഇതുപോലുള്ള ഒരുക്കങ്ങൾ സർവ്വസാധാരണമായി കാണുന്നുണ്ട്. പക്ഷെ ഞാൻ വധുവിൻ്റെ ഭവനം തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ഒരു കാരണമുണ്ടായിരുന്നു. ബൈബിൾ പറയുന്നു, യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെ ഒരുപാട് ഉപമകളാൽ യേശു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഉപമയാണ് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യനായിട്ട് യേശുവിനെ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം, ഈ ഒരു വരനെ സ്വീകരിക്കുക, അതായത് ഒരു വിവാഹ ചടങ്ങിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാണ് വരനും വധുവും.
പക്ഷെ ഈ വരൻ്റെ ഭവനത്തിലേക്കാണ് ഈ വധു പോകുന്നത്. അപ്പോൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് വരനെയും വരൻ്റെ ഭവനത്തെയും അവരുടെ ആസ്തിയും ഒക്കെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു പെൺകുട്ടി അവിടെ ചെന്ന് സന്തുഷ്ടവതിയാണോ, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ അദ്ദേഹത്തിൽ ഉണ്ടോ എന്ന് എല്ലാവരും ചെക്ക് ചെയ്യാനായിട്ട് ഒരു ഉത്സാഹമായിരിക്കും എല്ലാവർക്കും അല്ലേ, പ്രത്യേകിച്ച് വധുവിൻ്റെ വീട്ടുകാർക്ക്. ഇതുപോലെ തന്നെ യേശു നമുക്ക് വേണ്ടി ഒരു വലിയൊരു ഭവനം ഒരുക്കിയതിന് ശേഷം ഒരു രാജാവായിട്ട് വരുവാണ് നമ്മെ എല്ലാവരെയും വിളിച്ചു കൊണ്ടുപോകാൻ അല്ലെ. ഒരു വധുവായിട്ട് നമ്മെ ഒരുക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹം ഒരു മണവാളന് തുല്യനായി വരുവാണ്. അപ്പോൾ നാം അതിനനുസരിച്ചുള്ള ഒരുക്കമാണോ ഒരുങ്ങിയിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, വരൻ വരുമ്പോൾ വധുവിൻ്റെ ഭവനത്തിൽ നിന്നും കുറച്ച് പേര് പോയി വരനെ മാലയൊക്കെ ഇട്ട് സ്വീകരിക്കുന്നത് നമുക്ക് ആ ഒരു ചടങ്ങുണ്ടല്ലേ. അതുപോലെ യേശു ആഗ്രഹിക്കുന്നത് മാലയിട്ട് സ്വീകരിക്കാനല്ല, പകരം യേശുവിനെ ആ ഒരു വിശ്വസ്തയോടും ആ ഒരു വിശ്വാസത്തോടു കൂടിയും പ്രത്യാശയോടുകൂടിയും അദ്ദേഹത്തെ പ്രതീക്ഷിച്ചു ഇരിക്കുന്ന അവരുടെ ആ ഒരു സ്വീകരണമാണ് യേശു ആഗ്രഹിക്കുന്നത്. അപ്രകാരം ആത്മാവിനെ ഒരുക്കിയ എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? അത് ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു കോള് വരുന്നുണ്ട്, ആരാ നോക്കിയാലോ. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഞാൻ കോട്ടയം പാമ്പാടിയിൽ നിന്നും ഏലിയാമ്മയാണ് വിളിക്കുന്നത്. ഓക്കെ, കോട്ടയത്ത് നിന്ന് ഏലിയമ്മ ആന്റിയാണ് വിളിക്കുന്നത്. ആന്റി സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, എന്നാലും ദൈവം നടത്തുന്നു. ഓക്കെ ഓക്കെ ആന്റി, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അവിടെ മഴയൊക്കെ ഉണ്ടോ? രാത്രി മുഴുവൻ മഴയായിരുന്നു രാവിലെ. ഓക്കെ ആണല്ലേ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക ആന്റി. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ മുടങ്ങാതെ? പിന്നെ എന്നും കാണാറുണ്ട്. വളരെ സന്തോഷം ആന്റി, അത് കേൾക്കുമ്പോഴാണ് ഒരു സന്തോഷം വരുന്നത്. നമ്മളൊക്കെ വിളിക്കാനും നിങ്ങളോടൊക്കെ സംസാരിക്കാനും വചനം പറഞ്ഞാലും ഒക്കെ ഒത്തിരി സന്തോഷം. അതെ, നമുക്കും വളരെ സന്തോഷമുണ്ട്. ഓക്കെ ആന്റി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താ ആന്റി? അല്ല, അറിയാത്ത നിങ്ങളെയൊക്കെ അറിയാൻ അതൊരു വലിയ സന്തോഷമല്ലേ? അതെ, തീർച്ചയായിട്ടും ആന്റി അറിയാൻ പറ്റിയത് വളരെ സന്തോഷമാണ്. ഓക്കെ ആന്റി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഏലിയമ്മ ആന്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: ഞാൻ യഹോവയുടെ ആലയത്തിലേക്ക് പോകും എന്നതിന് ഹിസ്കിയാവ് യഹോവയോട് ചോദിച്ചിരുന്നത് എന്തായിരുന്നു? ഇതാണ് ചോദ്യം. അടയാളം ശരി ഉത്തരമാണ് ആന്റി. ഓക്കെ ആന്റി, അന്ന് ബൈബിളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ ഒരു ഓർമ്മയുണ്ട്. ഇപ്പൊ ഏതുവരെ എത്തി ആന്റി? മുക്കാൽ ഭാഗമായില്ലേ? മൂന്നാമത്തേത്. രണ്ടു പ്രാവശ്യം വായിച്ചു. എത്ര വായിച്ചാലും നമുക്ക് അതിനുള്ള ഇല്ലല്ലോ. അതാണ് ആത്മാവാൽ എഴുതപ്പെട്ട വചനം. ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വെളിപ്പെട്ട് വരുള്ളൂ എന്ന് വചനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ അങ്ങനെ വെളിപ്പെട്ട് വരുവാനായിട്ട് നമ്മൾ വീണ്ടും ആവർത്തിച്ച് വായിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അത് ആ ഒരു ആത്മാവിന്റെ പ്രേരണ തന്നെയാണ്. ഓക്കെ ആന്റി, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിൽ കേട്ടാലോ? ഓക്കെ, അപ്പൊ നമുക്ക് ആന്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഹിസ്കിയാവിന്റെ കാലത്തെ ബാബിലോൺ രാജാവ് ആരായിരുന്നു? ശരി ഉത്തരവാണ് ആന്റി. ബലദാന്റെ മകനായ മെരോദക് ബലദാൻ. ഓക്കെ ആന്റി, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് ആന്റിക്ക് സാക്ഷ്യം പറയാനുള്ള ഒരു അവസരമുണ്ട്. ആന്റിക്ക് എന്തേലും ആണോ? അപ്പൊ ആന്റിക്ക് പാട്ട് പാടാൻ താല്പര്യമുണ്ടോ? ഒരു പാട്ട് പാടിക്കോളൂ ആന്റി. പാടിക്കോളൂ ആന്റി. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും ഞാൻ കരേറ്റിടും സന്താപകാലത്തും സന്തോഷകാലത്തും എപ്പോഴും എന്റെ നാവിനെ വാഴ്ത്തുന്നു, എപ്പോഴും എന്റെ നാവിനെ വാഴ്ത്തുന്നു. നിന്നെ അറിഞ്ഞാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന നോക്കുമ്പോൾ എന്നാവനെങ്ങനെ എല്ലാതിരുന്നിടും അവനെങ്ങനെ
മിണ്ടാതിരുന്നും സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടുന്ന സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടുന്ന ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും. 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. പാവച്ചെളിയിൽ നിന്നും തന്നെ പറയാൻ കൃത്തനിൽ സിദ്ധപ്പെടുത്തി എന്നാവിൽ തന്നു നവ്യ സങ്കീർത്തനം. എന്നാവിൽ തന്നു നവ്യ സങ്കീർത്തനം. സ്തോത്രയാഗം എന്നും അർപ്പിച്ചില്ല. സ്തോത്രയാഗം എന്നും അർപ്പിച്ചില്ല. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും. 1000 സ്തുതി ഞാൻ കരേറ്റിടും. ഹലോ ആൻറ്റി, നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ മോളെ, ഓക്കെ ആൻറ്റി, അപ്പം നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോവാലോ. ഓക്കെ ആൻറ്റി. ആൻറ്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഹിസ്കിയാവ് രോഗിയായെന്നും സൗഖ്യം പ്രാപിച്ചുവെന്നും കേട്ടപ്പോൾ മെരോദാക് ബലദാൻ എന്ന ബാബിലോൺ രാജാവ് എന്താണ് ചെയ്തത്? ഇതാണ് ചോദ്യം. അവനെ എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു. ശരി ഉത്തരവാണ് ആൻറ്റി. അവന് എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു. ഓക്കെ ആൻറ്റി, അപ്പം ശരി ഉത്തരവാണ്. അപ്പോൾ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോകാം. ഓക്കെ. അപ്പോൾ ആൻറ്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്. എഴുത്തും സമ്മാനവും ലഭിച്ചതിൽ സന്തോഷിച്ച ഹിസ്കിയാവ് അവർക്കായി എന്താണ് ചെയ്തത്? എഴുത്തും സമ്മാനവും ലഭിച്ചതിൽ സന്തോഷിച്ച ഹിസ്കിയാവ് അവർക്കായി എന്താണ് ചെയ്തത്? പണ്ടാരഗ്രഹവും സ്വർണ്ണവും പരമവും ആയുധശാലയൊക്കെയും തന്റെ പണ്ടാരത്തിന്റെ പങ്ക് അവരെ കാണിച്ചു. തന്റെ രാജധാനിയിലും തന്റെ രാജ്യത്തെ സകലത്തിലും അവരെ കാണിച്ചു. ശരി ഉത്തരമാണ് ആൻറ്റി. അവരെ തന്റെ രാജധാനിയിലും തന്റെ ആധിപത്യത്തിൽപ്പെട്ട സകലതും അവരെ കാണിച്ചു. ഓക്കെ ആൻറ്റി, അപ്പൊ 4 ചോദ്യം ശരിയായിട്ട് പറഞ്ഞിരിക്കുവാണ്, ശരി ഉത്തരം നൽകിയിരിക്കുവാണ്. ഹാപ്പി ആയോ ആൻറ്റി? ഹാപ്പി ആണല്ലോ. ഓക്കെ ആൻറ്റി, അപ്പോൾ ഇനിയും നമ്മളെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ ആൻറ്റി, അപ്പോൾ നമുക്ക് ഇനിയും സംസാരിക്കാം. അപ്പോൾ ഇനിയും വിളിക്കുക, നമ്മുടെ പ്രോഗ്രാം കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ആൻറ്റി, ബൈ ബൈ. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചത് ഏലിയാമ്മ ആൻറ്റി ആയിരുന്നു. വളരെ സന്തോഷം ആൻറ്റി. അപ്പോൾ അടുത്ത് ഇനിയും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ ആ ഒരു കണ്ടന്റിലേക്ക് തിരിച്ചു വന്നാലോ? നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് യേശു വരുന്നതിനെ കുറിച്ചാണ് അല്ലേ? അപ്പോൾ യേശു വരുന്നത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യനായിട്ട് വരുന്നു എന്ന് അദ്ദേഹം ഒരു ഉപമയിലൂടെ പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ സംസാരിച്ച കാര്യമാണല്ലേ. അപ്പോൾ അത്രയേറെ പവറോടുകൂടി വരുന്ന അദ്ദേഹത്തെ നാം സ്വീകരിക്കേണ്ടത് കേവലം ഒരു മാലയും ബൊക്കയും ഒന്നും കൊണ്ടല്ല. അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടത് നിറഞ്ഞ മനസ്സോടുകൂടി, നിറഞ്ഞ ഒരു സന്തോഷത്തോടു കൂടി, വിശ്വാസത്തോടു കൂടി ഒക്കെ ആയിരിക്കണം നാം അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടത്. വചനം അതുപോലെ പറയുന്നതുകൊണ്ട് എന്താണ്, നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് ആത്മാവാകുന്നു. മാംസം വെറുതെയാണ് അല്ലേ? മാംസം തീർച്ചയായിട്ടും മണ്ണിനോട് അലിഞ്ഞു ചേരേണ്ടതാണ്. നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ആത്മാവിനെയാണ് നാം എപ്പോഴും മേക്കപ്പ് ചെയ്ത് കൊണ്ട് നടക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ മാംസത്തെ മേക്കപ്പ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ഉപാധികൾ ഇവിടെ ലഭിക്കുന്നുണ്ടല്ലോ. ഓരോ ഷോപ്പിൽ ചെന്നും ഏതൊക്കെ പ്രോഡക്റ്റ് വേണോ നമുക്കത് വാങ്ങാവുന്നതേ ഉള്ളൂ. പക്ഷേ എങ്ങനെയാണ് ഈ ദൈവം തന്നിക്കുന്ന ദാനമായിട്ടുള്ള ഈ ഒരു ആത്മാവിനെ എപ്പോഴും പുതുമയാക്കി കൊണ്ട് നടക്കാൻ നമുക്ക് സാധിക്കുന്നത്? അതും വചനം നമ്മെ നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും ആത്മാവിനെ ശക്തിപ്പെടുത്താനായിട്ട്, അല്ലെങ്കിൽ അതിനെ ഒരു പുതുമയോടുകൂടി ഒന്ന് മേക്കപ്പ് ചെയ്ത് പോളിഷ് ചെയ്ത് കൊണ്ട് നടക്കാൻ നമ്മെ സഹായിക്കുന്നത് പ്രാർത്ഥനയും ആരാധനയും നല്ല നടപ്പുമാണ്. ഓക്കെ, നിങ്ങളുടെ നടപ്പ് നിർമ്മലമാക്കിയാൽ നിങ്ങളുടെ ആത്മാവ് ശക്തിപ്പെടും എന്നുള്ളത് തന്നെ. അപ്പോൾ നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കിയാലോ? ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? എന്റെ പേര് മണി ജോസഫ്. ഓക്കെ, മണി ജോസഫ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് ആൻറ്റി? കോന്നി. ഓക്കെ ആൻറ്റി, അപ്പം സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. ഓക്കെ ആൻറ്റി, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ ഹസ്ബൻഡും മൂത്ത മോളും മരുമോളും കുഞ്ഞുങ്ങളുമായിരുന്നു.
ഓക്കെ. ഇപ്പൊ ഇളയ മോളും മരുമോളും കുഞ്ഞുങ്ങളും കൂടെ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓ അത് ശരി. നമുക്ക് രണ്ടും വന്നില്ല. ആഹാ. അവര് എല്ലാരും കൂടെ ഇവിടെ നല്ല മേളമാണ്. ഓക്കെ, അപ്പൊ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ്. ഹാപ്പിയാ, എല്ലാരും കൂടെ ഉള്ളത് നല്ല ഹാപ്പിയാണ്. അപ്പൊ നല്ല വിശേഷം. ഓക്കെ ആന്റി, അപ്പോ എല്ലാവരും നല്ല കൂട്ടായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനയൊക്കെ ഉണ്ടോ എല്ലാവരും ഒന്നിച്ചിരുന്ന്? എല്ലാരും പ്രാർത്ഥിക്കുന്നവരും. ഓക്കെ ആന്റി, നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? പിന്നെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ട്. ഇഷ്ടമാണ്? ഇഷ്ടമാണ്. ഞങ്ങൾ അവിടെ വന്ന് എല്ലാം കണ്ടതാ. ആണോ? എല്ലാം ഇഷ്ടമായോ? എല്ലാം വളരെ ഇഷ്ടമായി. ഈ പ്രാവശ്യത്തെ സേവിയാ സംഘത്തിന്റെ ടൂറ് ഞാൻ വൈറ്റ് അങ്ങോട്ടാണ് വരുന്നത്. ഓക്കെ, വളരെ സന്തോഷം ആന്റി. വെൽക്കം. ഓക്കെ. ഓക്കെ. ആന്റി, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോകാം. ആന്റിക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എന്തുകൊണ്ടാണ് ഹിസ്കിയാവ് എൻ്റെ ജീവിതകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്ന് ആശ്വസിച്ചത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ ആന്റി? ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ഓക്കെ. നിന്റെ കാലത്ത് നീ സമാധാനമായിരിക്കും, നിന്റെ പുത്രന്മാരെ അവര് പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് എന്റെ കാലത്ത് ഞാൻ സമാധാനമായിട്ടിരിക്കുമല്ലോ എന്ന് പറഞ്ഞത്. ഓക്കെ ആന്റി, അപ്പൊ ശരി ഉത്തരമാണ്. തന്റെ കാലം കഴിഞ്ഞേ യെശയ്യാവിന്റെ പ്രവചനം നടക്കുകയുള്ളല്ലോ എന്നതുകൊണ്ട്. ഓക്കെ ആന്റി, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, ആന്റിക്ക് വേണ്ടിയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: യെരുശലേമിന്റെ പാപങ്ങൾക്കെല്ലാമായി യഹോവയുടെ കയ്യിൽ നിന്ന് അനുഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇതാണ് ചോദ്യം. സകല പാപങ്ങൾക്കുള്ള ശിക്ഷ ഇരട്ടിയായി പ്രാപിക്കും. ശരി ഉത്തരവാണ് ആന്റി, ശരി ഉത്തരവാണ്. 2 മടങ്ങ് ശിക്ഷ. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ ആന്റി? ആന്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: യെരുശലേം അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കെല്ലാമായി എന്ത് കരുണയാണ് യഹോവ അവളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നത്? അവളുടെ യുദ്ധസേവ കഴിഞ്ഞ് അവൾ അകത്തെ മോചിക്കപ്പെട്ടു, അവൾ സകല പാവങ്ങളും മോചിക്കപ്പെട്ടിരിക്കുന്നു. ശരി ഉത്തരവാണ് ആന്റി. അവളോട് ആദരവോട് സംസാരിക്കുവിൻ, അവളുടെ യുദ്ധസേവ അവസാനിച്ചു, അവളുടെ അകൃത്യം മോചിപ്പിക്കപ്പെട്ടു. ഓക്കെ ആന്റി, അപ്പൊ ശരി ഉത്തരവാണ്. നമുക്ക് നാലാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആന്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്: മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം എന്തായിരുന്നു? ശരി ഉത്തരവാണ് ആന്റി. ഓക്കെ, യഹോവയ്ക്ക് വഴി ഒരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. ഓക്കെ ആന്റി, ശരി ഉത്തരവാണ്. വളരെ സന്തോഷം. അപ്പൊ ഇനി നമ്മളെ വിളിക്കണം കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, ബൈ. നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് മണി ജോസഫ് ആൻറ്റി ആയിരുന്നു. വളരെ സന്തോഷം ആൻറ്റി വിളിച്ചതിൽ. ഓക്കെ, ഇനി നമ്മളെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പറഞ്ഞുകൊണ്ടിരുന്ന കണ്ടന്റിൻ്റെ കൺക്ലൂഷനിലേക്ക് വരുവാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം 2 കൂട്ടരുടെ വിവാഹ ചടങ്ങുകളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ വധുവിൻ്റെ വീട്ടിലത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം ഈ കുട്ടിയെ നമ്മൾ വേറൊരു സ്ഥലത്തിലേക്ക്, ഒരു ഭവനത്തിലേക്ക് അയക്കുന്നത് തന്നെയാണ്. അതുപോലെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്: വരന് ഈ കുട്ടിയെ നോക്കാൻ പ്രാപ്തനാണോ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ജോലിയും വീട് സാഹചര്യങ്ങളും പരിസരവും ഒക്കെ നന്നായിട്ടുള്ളതാണോ എന്നും കൂടി ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ യേശു എല്ലാ ഭവനവും നമുക്ക് വേണ്ടി നല്ല ഭംഗിയായി ഒരുക്കിയതിന് ശേഷം അദ്ദേഹം തിരിച്ചു വരുമ്പോൾ നാം അതുപോലെ അദ്ദേഹത്തെ സ്വീകരിക്കുകയും കൈക്കൊള്ളുകയും ചെയ്യണമെങ്കിൽ നമ്മുടെ ആത്മാവ് ഏറ്റവും ശക്തിപ്പെട്ടിരിക്കണം. അല്ലെങ്കിൽ നല്ലൊരു ആത്മാവാക്കി ഒരു പുതിയൊരു ജനനം നമുക്ക് ആത്മാവിന് കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അപ്രകാരം ഒരു പുതുജനനം ആത്മാവിന് ലഭിക്കണമെങ്കിൽ അതിനും യേശുവിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിന് വേണ്ടി നമ്മുടെ ആത്മാവിനെ ഒന്നുകൂടെ നമുക്ക് മേക്കപ്പ് ചെയ്തെടുക്കാനുള്ള സമയമാണ് ഇത്. ഒരിക്കലും നമ്മളത് പാഴാക്കി കളയരുത്. ഓക്കെ, യേശു ഏത് നിമിഷവും വരും. ആ വരവിനായിട്ട് നമുക്ക് പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി ഒരുങ്ങിയിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന സമീക്ഷയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.